Good morning. Good morning. സുഖാണോ? 3 ദിവസം ഹോളിഡേയിലായിരുന്നല്ലേ? ഓക്കെ. അപ്പോ നമ്മളിനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് 4th ചാപ്റ്റർ കേട്ടോ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, നമ്മള് ഡിപ്ലോമയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, HIS ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഓർക്കുന്നുണ്ട്. എന്താണ് HIS എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. എന്തായിരുന്നു അതില്? ആ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിച്ചത് നമ്മള്? ഓർമ്മയില്ലേ? സോഫ്റ്റ്വെയർ ആണ്. വെരി ഗുഡ്. സോഫ്റ്റ്വെയർ സിസ്റ്റമാറ്റിക് ആയിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യങ്ങളാണ് അല്ലെ അവിടെ പഠിച്ചത്. എല്ലാ കാര്യങ്ങളും പല പല ഡിപ്പാർട്ട്മെന്റും ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് എന്താണ് സെപ്പറേറ്റ് സിസ്റ്റം ഉണ്ടാവും. അതുപോലെ ലബോറട്ടറി അതിന് സെപ്പറേറ്റ് സിസ്റ്റം ഉണ്ടാവും. ബില്ലിങ്ങിന് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ HISല് പ്രിൻസിപ്പൽ സിസ്റ്റത്തിലോട്ട് സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് HISലൂടെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ കുറച്ച് കാര്യങ്ങളാണ്. സിമ്പിൾ ആണ് കേട്ടോ. കഴിഞ്ഞ 2ാമത്തെ ചാപ്റ്റർ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നില്ല വായിക്കാനായിട്ട്. നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഇത് HIS സിമ്പിൾ ആണ്, കുഴപ്പമില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത്ര ബുദ്ധിമുട്ടില്ലാത്ത ചാപ്റ്റർ ആണത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. HIS അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഞാൻ പറയുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചുമയും ജലദോഷമൊക്കെ ഇട്ടിരിക്കുന്നതാണ്, ഇത്തിരി ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ആൻ element of health informatics that focuses mainly on the administrational needs of hospital. അതുപോലെ തന്നെ നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. In many implementations, HIS is the comprehensive integrated information system designed to management all the aspects of hospital's operations, such as medical, administrative, financial, and legal issues, and the corresponding process of services. എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാം കേട്ടോ. ചുരുക്കരൂപമാണ് HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അണ്ടർലൈൻ ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. എന്നാലും ടെസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം കേട്ടോ. അപ്പൊ എന്താ പറയുന്നത്, ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഫോർത്ത് 1 ചാപ്റ്റർ 4 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കാണുന്നില്ലേ നിങ്ങളുടെ സ്ക്രീനില്? ഓക്കെ, hospital information system is an element of health informatics that focus mainly on the administrational need of hospital. Okay, അപ്പോ ആ 2 സെന്റൻസിന്റെ മീനിങ്ങുകൾ എന്താണെന്ന് നോക്കിയേ. ആശുപത്രികളുടെ ഭരണപരമായ ആവശ്യങ്ങള് ആവശ്യങ്ങളില് എന്തുണ്ട്, പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആരോഗ്യ ഇൻഫർമാറ്റിക്സിന്റെ ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. HIS എന്താ പറഞ്ഞത്,
ആശുപത്രികളുടെ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങളില് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആരോഗ്യ ഇൻഫർമാറ്റിക്സിന്റെ ഒരു ഘടകമാണ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലുകളില് പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അല്ലെ. പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസിലൂടെയാണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള പോളിസിയിലൂടെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും പോകുന്നത് അല്ലെ. റേഡിയോളജിക്കുള്ള പോളിസീസ് ആയിരിക്കില്ല ലബോറട്ടറിക്കുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ പല പല പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് അവര് തുടർന്നുകൊണ്ട് പോയിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷന്റെയും ഒരു ഇൻഫർമാറ്റിക്സ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഘടകമാണ് എന്ന് പറയുന്നത് ഈ HIS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? എല്ലാ കാര്യങ്ങളും, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാ ഇൻഫർമേഷൻസും അടക്കുന്ന ഒരു ഘടകമാണെന്ന് പറയാൻ പറ്റുമല്ലേ നമുക്ക് HIS-ന്. ഓക്കെ, ഇനി എന്താണ്? In mainly implementation, HIS is a comprehensive integrated information system designed to manage all the aspects of hospitals operations such as medical, administrative, financial and legal issues and the corresponding process of services. അതുപോലെ തന്നെ എന്താണ് പല നിർവഹണങ്ങളിലും അതുപോലെ തന്നെ മെഡിക്കല് ഏതൊക്കെയാണ് വരുന്നത്? മെഡിക്കല് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, സേവനങ്ങൾ അവിടെ കൊടുക്കുന്ന ഹോസ്പിറ്റൽ പരമായിട്ട് കൊടുക്കുന്ന സേവനങ്ങളുണ്ട്. അതുപോലെ ലീഗൽ ഇഷ്യൂസ്, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങള്. അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടതായിട്ടുള്ള ഇവയുടെ എല്ലാം മെഡിക്കലായിട്ടും അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടും നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പല സേവനങ്ങളുടെ അനുബന്ധമായിട്ടുള്ള പ്രോസസ്സിംഗ് എന്നിങ്ങനെ ആശുപത്രികളുടെ പ്രവർത്തനത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു സമഗ്രവും സംയോജിതവുമായിട്ടുള്ള വിവര സംവിധാനമാണ് ഇത് HIS എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാ കാര്യങ്ങളും ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ മേഖലകളിൽ എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ടുള്ളത്, ഗൈഡ് ലൈൻസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റും ഏതിലൂടെ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊസീജിയർ. ഇപ്പൊ സർജറി കഴിയുമ്പോൾ എല്ലാ പ്രൊസീജിയർ നമ്മൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒക്കെ പഠിച്ചിട്ടില്ലേ? ഓരോ പ്രൊസീജിയർ കഴിയുമ്പോഴും ഇന്നതാണ് എന്നുള്ളത് അല്ലെ. ഓരോ ഇപ്പൊ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അതിന്റെ പ്രൊസീജിയറിലൂടെയാണ് പോകേണ്ടത്. അതുപോലെ തന്നെയുള്ള അങ്ങനെയുള്ള എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിലുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ എന്താണ് നിയമപരമായിട്ടുള്ള പല ലീഗൽ ഇഷ്യൂസുകൾ വരാം. അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന പല സർവീസുകൾ. അപ്പൊ ഇങ്ങനെയുള്ള ആശുപത്രിയുടെ എല്ലാ വശങ്ങളും, ആശുപത്രിയുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പുതുട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സമഗ്രവും സംയോജിതവുമായിട്ടുള്ള വിവര സംവിധാനം. അതിനെയാണ് നമ്മൾ HIS എന്ന് പറയുന്നത്. മനസ്സിലായോ? HIS ആ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ ഒരു എന്താണ് രജിസ്ട്രേഷൻ ID നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് സിസ്റ്റത്തിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? പേഷ്യന്റിന്റെ ID അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടാ? ഡീറ്റെയിൽസ് കിട്ടും അല്ലെ. ആ രോഗി ഇപ്പോ ചിലപ്പോ ഒരു 10 വർഷമായിട്ട് ഇവിടെ സർവീസ് അല്ലെ ഹോസ്പിറ്റലുകളിൽ വന്ന് കാണുന്ന രോഗിയായിരിക്കാം. ചിലപ്പോ ഏതൊക്കെ ഡോക്ടറെ കണ്ടിട്ടുണ്ട്, ഏതൊക്കെ ട്രീറ്റ്മെന്റുകളാണ് രോഗിക്ക് കൊടുത്തിരിക്കുന്നത് അല്ലെ, അതുപോലുള്ള ഏതൊക്കെ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, ഇപ്പൊ ഏത് ഡോക്ടറെയാണ് കാണുന്നത് അല്ലെ. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും അല്ലെ HIS-ൽ നിന്ന്. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്, എല്ലാ കാര്യങ്ങളും ആശുപത്രിയുടെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു സമഗ്രവും സംയോജിതവുമായിട്ടുള്ള വിവര സംവിധാനം. നമുക്ക് ഇപ്പൊ ഒരു രോഗിയുടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ID അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ,
പേരടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള അതിന്റെ ഡ്യൂട്ടി, അദ്ദേഹം ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുമല്ലോ നമുക്ക്. കിട്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ലഭ്യമാണ്. അങ്ങനെയുള്ള വിവര സംവിധാനത്തെയാണ് നമ്മൾ പറയുന്നത് HIS. ക്ലിയർ ആയോ? ഇനി എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആർ ഓൾസോ നോൺ ആസ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. HIS-നെ പറയുന്ന രണ്ട് പേരുകളാണ് എന്ത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നും ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. അണ്ടർലൈൻ ചെയ്യാം, ചോദിക്കാം. ഓക്കെ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ ആ പാരഗ്രാഫ്. ക്ലിയർ ആണ്? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. HIS ഈസ് എ കോംപ്രിഹെൻസീവ്, നമുക്കറിയാം അല്ലെ, സമഗ്രമായ. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാല് സമഗ്രമായ. പറഞ്ഞിട്ടുണ്ടായിരുന്നു HIS പറഞ്ഞാൽ എന്താണ്? വിവര സാങ്കേതിക സംവിധാനമാണെന്നല്ലേ. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന, അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് HIS-ലൂടെ അറിയാൻ പറ്റും. അതാണ് അവിടെ പറയുന്നത്. HIS is a comprehensive and integrated information system built for managing the operations in running health care facilities. ഇപ്പൊ ഹോസ്പിറ്റൽസില് എന്താണ്? അതിന്റെ നടത്തിപ്പിലെ എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായിട്ട് നിർമ്മിച്ച സമഗ്രവും സംയോജിതവുമായുള്ള വിവര സംവിധാനമാണ് HIS എന്ന് പറയുന്നത് അല്ലെ. നമ്മള് മുൻപത്തെ ആ പാരഗ്രാഫിൽ പറഞ്ഞത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്താണ് ഇവിടെ HIS എന്ന് പറഞ്ഞാൽ? ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ അല്ലെ. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പല സർവീസുകള്, പല ഫെസിലിറ്റീസ് രോഗികൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായിട്ട് നിർമ്മിച്ച സമഗ്രവും സംയോജിതവുമായിട്ടുള്ള ഒരു വിവര സംവിധാനമാണ് HIS. അതുകൊണ്ടാണ് പറയുന്നത് HIS is a comprehensive അല്ലെ. എല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ട് എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ടാവും. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാല് സംയോജിപ്പിക്കുക. അപ്പൊ എല്ലാ കാര്യങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ്? HIS as any other combined system need to time for developing, requires special type of professional skills for development and software production, but most importantly it cost money for development, installation, support and upgrade. Okay, നെക്സ്റ്റ് ലാസ്റ്റ് സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, എന്താണെന്നുള്ളത് നോക്കിക്കോളൂ. കോസ്റ്റ്, മണി ഫോർ ഡെവലപ്മെന്റ്, ഇൻസ്റ്റലേഷൻ, സപ്പോർട്ട് ആൻഡ് അപ്ഗ്രേഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ആ സെക്കൻഡ് സെന്റൻസ് എന്താണ്? HIS as any other combined system need time for developing, requires special type of professional skills for development and software production. എന്താ പറയുന്നത്? നമുക്കറിയാം എന്താണ്? മറ്റൊരു സംയോജിത സംവിധാനത്തെയും പോലെ HIS-നും
വികസിപ്പിക്കുന്നത്, HIS വികസിപ്പിക്കുന്നതിനും എന്ത് ആവശ്യമാണ്? കൂടുതൽ സമയം ആവശ്യമാണ് അല്ലെ? എന്തുകൊണ്ടാണ് കൂടുതൽ സമയം ആവശ്യമായിട്ട് വരുന്നത്? എന്തുകൊണ്ടാവാം? HIS എന്ന സോഫ്റ്റ്വെയർ അല്ലെ, അത് വികസിപ്പിച്ചെടുക്കുന്ന, ആ സംവിധാനം വികസിപ്പിച്ചെടുക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ പല പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട് അല്ലെ? അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിട്ട് അതില് നമ്മള് എന്താണ് സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ എൻട്രി ചെയ്യാനായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ? അത് നമുക്ക് ടൈം എടുത്ത് വേണം ചെയ്യാൻ അല്ലെ? അതാണ് പറയുന്നത് കൂടുതൽ സമയം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി എന്താണ്? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വികസിപ്പിച്ചെടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത് ആരായിരിക്കും? നല്ല രീതിയിലുള്ള പ്രൊഫഷണൽസ് ആയിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രൊഫഷണൽ കഴിവുകൾ, പ്രൊഫഷണൽസിനെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഒരു സംവിധാനം വികസിപ്പിച്ചെടുക്കുന്നതിന്. അതുപോലെ തന്നെ എന്താണ് ഡെവലപ്മെന്റ്, ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യുന്നതിനും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് എന്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്? ടൈം ആവശ്യമായിട്ട് വരുന്നത് പോലെ തന്നെ എന്തും ആവശ്യമായിട്ട് വരുന്നുണ്ട്? എന്തും ആവശ്യമായിട്ട് വരുന്നുണ്ട്? കോസ്റ്റ് അല്ലെ? ഇതിന് കോസ്റ്റ് വേണ്ടേ? കൂടുതൽ എല്ലാ കാര്യങ്ങളും നമ്മള് മണി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. ടൈമും മണിയും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണലിസ്റ്റിനെയും ആവശ്യമാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ടൈം ആവശ്യമാണ്, പ്രൊഫഷണൽ സ്കില്ലുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റും ആവുന്നുണ്ട്. ഓക്കെ ആണോ? പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്. നെക്സ്റ്റ് നോക്കാം. Potential benefits of hospital information system includes. ഇനി അതിന്റെ ബെനിഫിറ്റ്, HISന്റെ ബെനിഫിറ്റ് ആണ്. HIS കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഓക്കെ, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 4 പോയിന്റ്സ് കേട്ടോ. Potential benefits of hospital information system includes efficient and accurate administration of finance, diet of patient, engineering and distributing of medical aids. It helps to view a broad picture of hospital growth. നമ്മളൊരു നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന നല്ല രീതിയിൽ ഉള്ള കെയർ അല്ലെ, രോഗികൾക്ക് കൊടുക്കുന്ന കെയർ ആയാലും അതുപോലെ തന്നെ ഒരു ഫിനാൻസ് മേഖലകളില് എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യക്ഷമവും അതുപോലെ തന്നെ അക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള അല്ലെ. അപ്പൊ ഫിനാൻസ് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻസിന്റെ കൃത്യമായിട്ടുള്ള കാര്യക്ഷമവും അക്യുറേറ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ എന്താണ്? ഡയറ്റ് ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിന്റെ ഭക്ഷണക്രമങ്ങള്, അതുപോലെ എഞ്ചിനീയറിംഗ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാല് വൈദ്യസഹായ വിതരണം. ഓക്കെ, രോഗികൾക്ക് കൊടുക്കുന്ന വൈദ്യസഹായ വിതരണം, അതുപോലെ രോഗികളുടെ ആരോഗ്യക്രമങ്ങള്, അതുപോലെ അവിടെ ഹോസ്പിറ്റലിലുള്ള ഫിനാൻസിന്റെ കാര്യക്ഷമവും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നതും എഞ്ചിനീയറിംഗും, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? കൃത്യമായിട്ട് അവിടെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ വർക്കിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂലേ? പറ്റോ? അവിടെ കൊടുക്കുന്ന മെഡിക്കൽ കെയർ ആയാലും അതുപോലെ രോഗികളുടെ ഭക്ഷണക്രമങ്ങൾ, ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവും. അതുപോലെ കൃത്യമായിട്ടുള്ള ഫിനാൻസ് പണത്തിന്റെ കൃത്യമായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങളും അക്യുറേറ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ട് അവർക്ക് ആവശ്യമായിട്ട് പാലിച്ചു പോകുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നോക്കിയേ, അപ്പോ ഇങ്ങനെ ആശുപത്രിയുടെ നമുക്ക് വളർച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? ഇറ്റ് ഹെൽപ്സ് ടു വ്യൂ ബോഡ് പിക്ചർ ഓഫ് ഹോസ്പിറ്റൽ ഗ്രോത്ത്. ഇതൊക്കെ എന്താണ് നമുക്ക് തരുന്നത്? മനസ്സിലാക്കി തരുന്നത് എന്താണ്? കൃത്യമായിട്ട് ആ ഹോസ്പിറ്റല് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നതിലൂടെ ഹോസ്പിറ്റലിൽ എന്തുണ്ടാകുന്നുണ്ട്? ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് അല്ലെ?
ഓക്കെ, അവിടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസ് കൃത്യമായിട്ടല്ല, അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ ഫിനാൻസ് മേഖലകളിലെ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് രോഗികളെ സർവീസ് കൊടുക്കുന്നില്ല എങ്കിൽ എന്താണ് ആ ഹോസ്പിറ്റലിൽ ഗ്രോത്ത് ഉണ്ടാവോ? ഇല്ലല്ലേ? ആണോ? പേഷ്യൻസ് പോയിട്ട് പറയും എന്താണ് സാറ്റിസ്ഫൈഡ് അല്ല, സാറ്റിസ്ഫൈഡ് അല്ല, മറ്റു ആളുകളോടൊക്കെ പറഞ്ഞ് അതിന്റെ ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ് ഡിക്രീസ് ആവാൻ സാധ്യതയുണ്ട് അല്ലെ? ഇല്ലേ? ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ് HIS സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ മാനുവലി എഴുതുന്ന കണക്കും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റുകൾ വരാം. സിസ്റ്റത്തിലോട്ടാക്കുമ്പോ എന്താണ് അത് എറേഴ്സ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓരോ പേഷ്യൻസിന്റെയും രജിസ്ട്രേഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും എന്താണ് പേഷ്യൻസ് ഫോളോ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, ഏതൊക്കെ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? HIS നിന്ന് കിട്ടുന്നുണ്ട്. അതുവഴി ഹോസ്പിറ്റൽ ഗ്രോത്ത് ഡെവലപ്പ് ആവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ, improved monitoring of drug usage and study of effectiveness. This lead to reduction of adverse drug reactions while promoting more appropriate pharmaceutical utilization. അപ്പൊ എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്? മരുന്നുകളുടെ ഉപയോഗം നിരീക്ഷിക്കുന്നതിലും ഫലപ്രാപ്തിയെ കുറിച്ചുള്ള പഠനത്തിലും മെച്ചപ്പെട്ട പുരോഗതി ഉണ്ടാകുന്നുണ്ട്. HIS വഴി എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 4 കാര്യങ്ങൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. എന്താ പറയുന്നത്? മരുന്നുകളുടെ ഉപയോഗം നിരീക്ഷിക്കുന്നതിലും അതിന് ഫലപ്രാപ്തിയെ കുറിച്ച്, മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്നുണ്ടോ അതിനുള്ള എന്നതിനെ കുറിച്ചുള്ള പഠനത്തിലും മെച്ചപ്പെട്ട പുരോഗതി ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. അതുവഴി എന്താണ് ഈ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ക്വാളിറ്റി മാനേജ്മെന്റിലെ? എന്തായിരുന്നു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ? ഓർമ്മയുണ്ടോ? ഫോർമുലാസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ക്വാളിറ്റി മാനേജ്മെന്റ് ചാപ്റ്റർ ഓർമ്മയുണ്ടോ? പിന്നെ 32 ഫോർമുലാസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഓക്കെ, അതിൽ പറയുന്നുണ്ട് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. എന്തായിരുന്നു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ? എക്സാമ്പിൾ പറയാൻ പറ്റോ? ഡ്രഗ് റിയാക്ഷന്റെ എക്സാമ്പിൾ പറഞ്ഞു നോക്കിയേ. അലർജി അല്ലെ? അലർജി ഉണ്ടാകുന്നുണ്ട് അല്ലെ? നോർമൽ ആയിട്ട് ഒരു വ്യക്തിക്ക് ഇൻപേഷ്യൻസിനൊക്കെ നമ്മള് അവിടെ കിടന്ന് ചികിത്സിക്കുന്ന ആളുകൾക്കൊക്കെ മരുന്ന് കൊടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ട് സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓർക്കുന്നുണ്ടല്ലേ നിങ്ങള്? അപ്പോ എന്താണ് നോർമൽ ആയിട്ട് നമ്മൾ ഒരു വ്യക്തിക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാലും ശരീരം അത് ടോക്സിക് ആണെന്ന് വിചാരിച്ചല്ലേ, ടോക്സിക് ആണെന്ന് കരുതിയിട്ട് ശരീരം അത് റിയാക്ട് ചെയ്യുന്നതാണ് ഈ ഡ്രഗ് ഇന്ററാക്ഷൻ. ഓക്കെ, എന്ന് പറയുന്നത് അഡ്വേഴ്സ് ഡ്രഗ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അത് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി ഉണ്ടാകുന്നുണ്ട്, ചിലവർക്ക് ചൊറിച്ചിൽ വരാം ഇല്ലേ, ചിലവർക്ക് ഛർദി വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റിഡക്ഷൻ ഓഫ് അഡ്വേഴ്സ് ഡ്രഗ് ഇന്ററാക്ഷൻ അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ മരുന്നുകളുടെ കാര്യങ്ങൾ നമുക്ക് HIS-ലൂടെ നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ കറക്റ്റ് ആയിട്ട് ഇഫക്റ്റീവ് ആണോ, ഫലപ്രാപ്തി ഉണ്ടോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? നമ്മൾ കൊടുക്കുന്ന മരുന്നില്
ഇങ്ങനെയുള്ള റിയാക്ഷൻസ് സംഭവിക്കുന്നില്ല എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ അത് കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തുവഴി? HIS വഴി. ക്ലിക്കായോ നിങ്ങൾക്ക്? എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലായോ? ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, അതേസമയം കൂടുതൽ ഉചിതമായിട്ടുള്ള ഔഷധ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലെ. എന്താണ്? ആൻഡ് റെഡ്യൂസ് എന്താണ്, പ്രൊമോട്ടിംഗ് മോർ അപ്രോപ്രിയേറ്റ് ഫാർമസ്യൂട്ടിക്കൽ യൂട്ടിലൈസേഷൻ. നല്ല രീതിയിൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ രോഗികൾക്ക് കൊടുക്കാനായിട്ടും HIS വഴി സാധിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായോ? ഇങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻ കുറയ്ക്കുന്നതിലൂടെ ഫലപ്രാപ്തി ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുവഴി നല്ല രീതിയിൽ രോഗികൾക്ക് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒക്കെയാണോ രണ്ടാമത്തെ ആ സെക്കൻഡ് പോയിന്റ്? ഇനി നെക്സ്റ്റ് നോക്കാം. എൻഹാൻസ് ഇൻഫർമേഷൻ ഇന്റഗ്രിറ്റി, reduce recording errors and reduce duplication of information entries. എന്താണ്, പല കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ് ആവുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നല്ല രീതിയിൽ എന്താണ് ഒരു നല്ല രീതിയിൽ ഇൻഫർമേഷനിലെ ഇന്റഗ്രിറ്റി ഉയർത്താനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. അതുവഴി എന്താണ്, റെഡ്യൂസ് റെക്കോർഡിംഗ് എറേഴ്സ് ഇല്ലേ. മാനുവലി ചെയ്യുമ്പോൾ എന്താണ്, പല എറേഴ്സുകളും വരാം. നമ്മുടെ സിസ്റ്റത്തിലോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എറേഴ്സ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ എൻട്രീസ്, നമ്മൾ പല ഇപ്പൊ സ്റ്റോക്കിന്റെയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റോക്കിൽ വേരിയേഷൻസ് ഒക്കെ വരുന്നത് മെറ്റീരിയൽ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ചിലപ്പോ എൻട്രീസ് ഒക്കെ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ചിലപ്പോ വേരിയേഷൻസ് വരാം. നമ്മൾ ചിലപ്പോ അറിയാതെ പോയി എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കാം അല്ലെ ഇല്ലേ. ഇങ്ങനെ സിസ്റ്റത്തിലൂടെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി എന്താണ്, സോഫ്റ്റ്വെയർ ഈസ് ഈസി ടു യൂസ് ആൻഡ് എലിമിനേറ്റ് എറേഴ്സ് കോസ്ഡ് ബൈ ദ ഹാൻഡ് റൈറ്റിംഗ്. സിമ്പിൾ ആണ്. എന്താണ്, സോഫ്റ്റ്വെയർ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, എറേഴ്സുകൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഹാൻഡ് റൈറ്റിംഗിലൂടെ ഒക്കെ. പല നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ പല തെറ്റുകളും വരാം. പക്ഷെ ഇതിൽ ചെയ്യുമ്പോൾ എന്താണ്, എറേഴ്സുകൾ നമുക്ക് കുറയ്ക്കാനും അത് മാറ്റാനായിട്ടും എലിമിനേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട് HIS വഴി. ഓക്കെ ആണോ? 4 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. Okay, just sentence കൂടി നോക്കാം കേട്ടോ. New technology computer system gives perfect performance to pull up information from server or cloud servers. സെർവറിൽ നിന്നോ അതുപോലെ തന്നെ ക്ലൗഡ് സെർവറിൽ നിന്നോ ഇൻഫർമേഷൻസ് ശേഖരിക്കാനായിട്ട് സഹായകമാണ്. അതാണ് ഇവിടെ പറയുന്നത്. പല സർവേഴ്സിൽ നിന്ന് ഇൻഫർമേഷൻസ് നമുക്കറിയാം, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് അല്ലെ, ഞാൻ പറഞ്ഞില്ലേ എന്താണ്, ഇപ്പൊ ഒരു ക്ലയന്റിന്റെ പേഷ്യന്റിന്റെ പേരുകൾ അല്ലെങ്കിൽ ID നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻസ് കിട്ടും അല്ലെ. ആ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കിട്ടും. അതുപോലെ ഇപ്പോ സ്റ്റാഫിന്റെ ഒരു പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റാഫിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പൊ പല കാര്യങ്ങളും നമുക്ക് എന്താണോ അറിയേണ്ടത് അത് എന്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, HIS നിന്ന് കിട്ടും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി വായിച്ചു നോക്കിക്കോളൂ.
ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് structuring medical records to carry out functions like admission, discharge, treatment history, etc. എന്താണ് അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി, ഈ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് മെഡിക്കൽ രേഖകൾ, എന്തൊക്കെ മെഡിക്കൽ രേഖകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് പറയുന്നത് പേഷ്യന്റ് രജിസ്ട്രേഷൻ, അല്ലെ? മെഡിക്കൽ റെക്കോർഡൊക്കെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് എന്താണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? പേഷ്യന്റ് രജിസ്ട്രേഷൻ ചെയ്യണം, അല്ലെ? ചെയ്യാറില്ലേ നിങ്ങള്? ഓക്കെ, അപ്പൊ പേഷ്യന്റ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. This function of hospital management information system deal with the registering the new patient either for OPD or IPD and giving a unique identification number to the patient. എന്താണ് ഒരു പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ് പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ടായിരിക്കാം IPD-യിലേക്കോ അല്ലെങ്കിൽ OPD-യിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും രോഗിയെ തിരിച്ചറിയുന്നതിനും, രോഗിക്ക് ഐഡന്റിഫിക്കേഷൻ, അല്ലെ, രോഗിയെ ഐഡന്റിഫൈ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നത്. ആദ്യമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പേഷ്യന്റ് രജിസ്ട്രേഷൻ നടത്താറുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് IPD. ചിലപ്പോ ഡോക്ടറെ കണ്ടു പോകുന്നതായിരിക്കും, ചിലപ്പോ അഡ്മിറ്റ് ആവേണ്ട പേഷ്യൻസ് ഉണ്ടാക്കും, അല്ലെ? അപ്പൊ അവരെ രജിസ്റ്റർ ചെയ്യുന്നതിന് അവരെ രജിസ്റ്റർ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ അവരെ ഏത് രോഗിയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മള് പേഷ്യന്റ് രജിസ്ട്രേഷൻ നടത്തുന്നത്. ഇനി എന്താണ്? ദിസ് നമ്പർ ഈസ് യൂണിക് throughout the system for identifying the patient. എന്താണ് പറയുന്നത്? യൂണിക് ആണല്ലേ നമ്പർ? രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് തരും, അല്ലെ? എന്താണ്? യൂണിക് ആണ്. അതുപോലെ തന്നെ അത് എന്താ പറയുന്നത്? പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോരുത്തർക്കും എന്ത് തരുന്നത്? നമ്പേഴ്സ് തരുന്നത്, അല്ലെ? അതിലൂടെയാണ് പിന്നെ നമ്മള് ഡോക്ടറൊക്കെ ബുക്ക് ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് എല്ലാ ഡീറ്റെയിൽസും വരുന്നത്, അല്ലെ? ആ നമ്പർ ആണ് എന്തെന്ന് പറയുന്നത്? പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോരുത്തർക്കും നമ്പേഴ്സ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. The patient can be registered either at the IPD front office or at OPD reception. ഇനി എന്താണ്? സിസ്റ്റത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് എൻ്റർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നുണ്ട്. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി എന്താ പറഞ്ഞത്? OPD or IPD ഐഡന്റിഫിക്കേഷൻ നമ്പർ, സോറി, അതിന്റെ മുമ്പത്തെ സെന്റൻസ് നോക്കാം. The patient can be registered either at OPD front office or the OPD reception. ഓക്കെ, എങ്ങനെയൊക്കെ പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. എന്തിലൂടെയൊക്കെ ചെയ്യാൻ പറ്റും? IPD, അല്ലെ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ട് ഓഫീസ് വഴി അല്ലെങ്കിൽ OPD റിസപ്ഷൻ വഴിയോ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി എന്താണ്? The OPD or IPD identification number is also created for the separate visit of the patient. ഇല്ലേ? IPD ആയാലും OPD ഐഡന്റിഫിക്കേഷൻ നമ്പറും സെപ്പറേറ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇല്ലേ? Okay, this is also a part of registering patient. ഇതെന്തിന്റെ ഭാഗമാണ്? പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഒരു പാർട്ടാണ്, അല്ലെ? ഇനി എന്താ പറയുന്നത്? IPD or OPD ID is used for tracking. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഐഡികൾ കൊടുക്കുന്നത്? used for tracking of medical records of the patient for that particular OPD visit or IPD admission. Okay, OPD വിസിറ്റിനോ അല്ലെങ്കിൽ IPD അഡ്മിഷനോ വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് ട്രാക്ക് ചെയ്യാനായിട്ടാണ് IPD ID യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? പേഷ്യൻസ് റെക്കോർഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയില്ലേ? എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ആ നമ്പറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെ? അങ്ങനെയുള്ള ആ ID കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
മെഡിക്കൽ റെക്കോർഡ്, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. All the medical record of the patient are identified the combination of a nurses, that is patient ID and OPD or IPD ID. ഇത് പറയുന്നത് എന്താണ്? രോഗിയുടെ എല്ലാ മെഡിക്കൽ രേഖകളും നമ്പറുകളുടെയും സംയോജനത്തിലൂടെയാണ് തിരിച്ചറിയുന്നത്, അല്ലെ? നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ മെഡിക്കൽ റെക്കോർഡ് രേഖകളും തിരിച്ചറിയുന്നത്. മനസ്സിലായോ? കണക്ഷൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? സിമ്പിൾ അല്ല ഈ ഭാഗങ്ങള്? ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്പർ തരുന്നത്? നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകൾ, നമ്മുടെ റെക്കോർഡുകൾ എന്തൊക്കെയാണ്, ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും നമുക്ക് അത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് എന്താ പറഞ്ഞത്? The numbers gives flexible searching in terms of finding patient history records. ഹിസ്റ്ററി റെക്കോർഡ് കണ്ടെത്തുന്നതിനും നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് അതോടെ ഉദ്ദേശിക്കുന്നത്? ഈ നമ്പേഴ്സ് ഉപയോഗിച്ച് പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ അതിൽ പറയുന്നത്. മനസ്സിലായോ? പേഷ്യൻസ് രജിസ്ട്രേഷൻ എന്തൊക്കെയാ പറഞ്ഞത്? അപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? പേഷ്യൻസ് രജിസ്ട്രേഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? IPD അതുപോലെ OPDയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ രോഗിയെ തിരിച്ചറിയുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ രജിസ്ട്രേഷൻ നടത്തുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഈ നമ്മള് പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാവാം? IPD ഫ്രണ്ട് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ OPD റിസപ്ഷൻ വഴിയോ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ IPD ആയാലും OPD ആയാലും ആ ഐഡന്റിഫിക്കേഷൻ നമ്പർ സെപ്പറേറ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എന്താ? പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ID യൂസ് ചെയ്യുന്നുണ്ട്. ഈ നമ്പർ ഉപയോഗിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെ? പെട്ടെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുവഴി നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ഐഡന്റിഫൈ ചെയ്യാനായിട്ടും അതുപോലെ മെഡിക്കൽ റെക്കോർഡ് ട്രാക്ക് ചെയ്ത് ആ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ ഡീറ്റെയിൽസും അറിയുന്നത്. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. വായിച്ചു നോക്കിയൊന്ന്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ ലാസ്റ്റ് സെന്റൻസ് ഞാൻ പറഞ്ഞത്? ഓക്കെ, അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം ഒന്ന് പറഞ്ഞു കൊടുക്കോ? വായിച്ചു നോക്കാം കേട്ടോ.
ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് OPD or IPD investigation cases. This module of a hospital information system deals with all kinds of investigations suggested by doctors. എന്താണ് ഡോക്ടേഴ്സ് നമ്മള് രോഗിയെ പരിശോധിക്കാൻ രോഗി ഡോക്ടറുടെ കൺസൾട്ടേഷൻ വന്നു കഴിയുമ്പോൾ ഡോക്ടർ എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ എടുക്കാനായിട്ട് പറയും അല്ലെ. അപ്പൊ അങ്ങനെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസും XLS-ലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ആ പ്രിൻസിപ്പൽ സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യപ്പെടുന്നു. ഡോക്ടർ ഇപ്പൊ CT സ്കാൻ ആണെങ്കിൽ ആ CT സ്കാൻ ഇന്ന രോഗിക്ക് എന്നുള്ളത് നമ്മുടെ XLS-ലോട്ട് എൻ്റർ ചെയ്യപ്പെടുന്നുണ്ട്. The function enables the entry of investigation procedure for a particular patient. എന്താണ്? ഒരു രോഗിയുടെ ഇൻവെസ്റ്റിഗേഷൻസ്, അതിന്റെ നടപടിക്രമങ്ങള് എന്നിവ രേഖപ്പെടുത്താനായിട്ട് ഈ ഫംഗ്ഷൻ സഹായിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് XLS-ലൂടെ ഏത് തരം ഇൻവെസ്റ്റിഗേഷൻ, ഏത് തരം ടെസ്റ്റ് ആണ്. ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഇന്ന രോഗിക്ക് ആവശ്യം, ഇന്ന രോഗി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ CT സ്കാൻ ആണെങ്കിലും എന്താണ് XLS സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗിയുടെ ID വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടെസ്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി എന്താണ്? The entered investigation are routed through the billing or cash office, and once a patient pays for the investigation, the entries of the same goes to respective diagnostic centers. ഇനിയിപ്പോ നമ്മള് IPD പേഷ്യൻസ് വരും, OPD പേഷ്യൻസ് വന്ന് ഡോക്ടറെ കാണും അല്ലെ. OPD ആവുമ്പോ എന്താണ്? ഡോക്ടറെ കണ്ട് വന്ന മരുന്ന് വാങ്ങിച്ച് പോകുന്നത് അല്ലെ. OPD പേഷ്യൻസ്. IPD എന്ന് പറയുമ്പോ എന്താണ്? അവിടെ എന്താണ്? അഡ്മിറ്റ് ആയി കിടക്കുന്ന പേഷ്യൻസ് ആണ് അല്ലെ. ഇനി അപ്പൊ OPD പേഷ്യൻസ് ആണെങ്കിൽ രോഗിക്ക് ഇപ്പോ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ ആണെങ്കിൽ അതിന് പണം നൽകി കഴിഞ്ഞാല് അതിന്റെ എൻട്രികൾ അതാത് ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OPD പേഷ്യൻസിന് ഒരു ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യുന്നുണ്ട്? അന്ന് തന്നെ ടെസ്റ്റ് നടത്തി ക്യാഷ് കളക്ട് ചെയ്യും. മനസ്സിലായോ? OPD ആണെങ്കിൽ അവര് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അല്ലെ. അതൊന്ന് ഓർക്കാം. ഓക്കെ, ടെസ്റ്റ് ഇപ്പൊ സ്കാനിങ് ടെസ്റ്റ് ഇപ്പൊ എക്സ്റേ വേണമെന്ന് പറഞ്ഞാല് OPD പേഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിനുള്ള ബില്ലടയ്ക്കും അല്ലെ. നമ്മൾ ആദ്യം പോയിട്ട് സ്കാനിങ് വേണം എന്ന് പറയുമ്പോൾ ബില്ലടയ്ക്കും. അതിന്റെ റെസിപ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡയഗ്നോസ്റ്റിക്കിൽ അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയമാകുമ്പോൾ നമ്മളെ വിളിച്ച് എക്സ്റേ എടുത്ത് അതിന്റെ റിസൾട്ട് കിട്ടി നമ്മൾ വീട്ടിലേക്ക് പോകും അല്ലെ. ആണോ? ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ കണ്ട് എന്ത് ചെയ്യും? മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇനി IPD ആകുമ്പോ എന്താണ്? IPD ആകുമ്പോ ആ ഡിസ്ചാർജ് സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫില്ല് ചെയ്യുന്നത് അല്ലെ. സെക്കൻഡ് സെന്റൻസ് നോക്കിയേ. This flow is not compulsory for IPD patients since the billing for IPD patients is done at the time of discharge. അല്ലെ. ഇപ്പോ കിടക്കുന്ന പേഷ്യൻസിന് അവിടെ എടുത്ത് ചികിത്സിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ എക്സ്റേ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റേ എടുക്കും. പക്ഷെ അപ്പൊ തന്നെ നമ്മൾ ബില്ലിങ് ചെയ്യാറുണ്ടോ? ഇല്ല. അവര് ഡിസ്ചാർജ് ആയി പോകുന്നത് എപ്പോഴാണോ ആ ബില്ലിനെ കൂടി കൂട്ടിയിട്ടാണ് നമ്മള് ഈ എക്സ്റേയുടെ ബില്ലോ അല്ലെങ്കിൽ സ്കാനിങ്ങിന്റെ ബില്ലോ ചേർക്കുന്നത് അല്ലെ. ഇല്ലേ? അങ്ങനെയല്ലേ ചെയ്യാറ്? ആണോ? ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. IPD പേഷ്യൻസിന് എന്താണ്? അപ്പൊ തന്നെ ക്യാഷ് കളക്ട് ചെയ്ത് എക്സ്റേ എടുത്ത് പോകുന്നുണ്ട്. OPD പേഷ്യൻസ് ആണെങ്കിൽ അപ്പൊ തന്നെ പോകും. IPD ആകുമ്പോ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ആ ബില്ലിന്റെ കൂടിയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് വരുന്നത്? ടെസ്റ്റുകൾ വരുന്നുണ്ട്, എക്സ്റേ അല്ലെ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഒക്കെ വരാട്ടോ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മനസ്സിലാക്കാം ടെസ്റ്റുകളാണ് എന്നുള്ളത്. ഡോക്ടേഴ്സ് പല ഇൻവെസ്റ്റിഗേഷൻസ് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? IPD പേഷ്യൻസ് ആണെങ്കിൽ അവിടെ ഡിസ്ചാർജ് ആകുമ്പോഴാണ് അതിന്റെ ബില്ല് അതിനെ കൂടി
അറ്റാച്ച് ചെയ്തിട്ട് രണ്ടും കൂടി നമ്മൾ ചെയ്യുന്നത് പേയ്മെന്റ് നടത്തുന്നത് അല്ലെ. ക്ലിയർ ആയില്ലേ IPD ആൻഡ് OPD? ഓക്കെ, ഇനി എന്താണ് ഇൻവെസ്റ്റിഗേഷൻ റിക്വസിഷൻ ഈസ് ക്രിയേറ്റഡ് ആൻഡ് പ്രിന്റഡ് വിത്ത് ഫംഗ്ഷൻ ആൻഡ് ദ സെയിം ഈസ് അവൈലബിൾ അറ്റ് റെസ്പെക്റ്റീവ് ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്സ്. ഇവിടെ പറയുന്നത് ഒരു പേഷ്യന്റിനായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യുമ്പോൾ ഒരു പേഷ്യന്റിന് ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ബ്ലഡ് ആണോ യൂറിൻ ആണോ അതുപോലെ എന്തെങ്കിലും എക്സ്റേ ആവാം അല്ലെങ്കിൽ എന്താണ് CT സ്കാൻ ആവാം MRI ആവാം എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻ റിക്വസിഷൻ ഡോക്യുമെന്റ് ജനറേറ്റ് ചെയ്യുന്നു. സിസ്റ്റം തന്നെയാണ് സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് രാമുവിന് CT സ്കാൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും അത് ഇൻവെസ്റ്റിഗേഷൻ റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റിക്വസിഷൻ അഭ്യർത്ഥന നടത്തും അല്ലെ. ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നുള്ള ഒരു റിക്വസിഷൻ നടത്തി അത് ജനറേറ്റ് ചെയ്യുന്നു ആ ഡോക്യുമെന്റ്. ഇൻവെസ്റ്റിഗേഷൻ റിക്വസിഷൻ ഡോക്യുമെന്റ് ജനറേറ്റ് ചെയ്യുന്നു. ഇനി എന്താണ് ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്തെടുക്കുകയും അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് ലഭ്യമാക്കുന്നു. സിസ്റ്റം തന്നെ ചെയ്യുന്നു. ഒരു റിക്വസിഷൻ ജനറേറ്റ് ചെയ്തിട്ട് അത് ഏതാണ് ഇപ്പൊ രാമുവിന് CT സ്കാൻ ആണെങ്കിൽ രാമു CT സ്കാൻ എന്നുള്ളത് പ്രിന്റ് ചെയ്തിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നു. സിസ്റ്റം തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. HIS വഴിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ഇതാണ് ആ ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. രാമുവിന് CT സ്കാൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും അവിടെ പോയി പറയാമല്ലോ അവരോട്. അപ്പൊ അവര് ആ സിസ്റ്റത്തിൽ അത് ചെയ്യുമ്പോൾ സിസ്റ്റം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു അഭ്യർത്ഥന നടത്തി അത് ജനറേറ്റ് ചെയ്ത് ആ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുന്നു. രാമു CT സ്കാൻ എന്നുള്ളത് പ്രിന്റ് ചെയ്ത് ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് കൊടുക്കുന്നു, അയച്ചു കൊടുക്കുന്നു സിസ്റ്റം വഴി. ക്ലിയർ ആയില്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ അതിനകത്ത് പറയുന്നത് കേട്ടോ. വായിച്ചു നോക്കിയേ. എന്താണ് IPD ആൻഡ് OPD ഇൻവെസ്റ്റിഗേഷൻ കേസസിൽ പറഞ്ഞത്? ഡോക്ടേഴ്സ് എല്ലാ തരം ഏത് തരത്തിൽ വേണമെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് പറയാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് HISലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നുണ്ട് ഇല്ലേ. ഡോക്ടർക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും ഇല്ലേ. കൺസൾട്ടിംഗ് ഏരിയയിൽ ഡോക്ടേഴ്സിന് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ നിന്ന് ഡോക്ടർ എൻ്റർ ചെയ്ത് കൊടുക്കും HISലോട്ട് ഇന്ന ആൾക്ക് ഇന്ന ഇൻവെസ്റ്റിഗേഷൻ വേണം. അപ്പൊ എന്താണ് അങ്ങനെയുള്ള HISലേക്ക് അത് എൻ്റർ ചെയ്യപ്പെടുന്നു. അതിനുശേഷം രോഗിക്ക് ഏതാണോ ചെയ്യേണ്ടത് രാമു എന്താണ് CT സ്കാൻ ആണെങ്കിൽ സിസ്റ്റം തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട് ജനറേറ്റ് ചെയ്ത് ഒരു അഭ്യർത്ഥന നടത്തി അത് ജനറേറ്റ് ചെയ്ത് പ്രിന്റ് എടുത്ത് ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ OPD ആൻഡ് IPDയുടെ ഒരു ഡിഫറൻസ് പറയുന്നുണ്ട്. OPD ആണെങ്കിൽ ഇപ്പോ സ്കാൻ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ OPD ആണെങ്കിൽ അന്നേ ദിവസം തന്നെ റിസൾട്ട് കിട്ടി പോകുന്നുണ്ട് അല്ലെ. IPD ബില്ലടയ്ക്കുന്നുണ്ട് അന്നേ ദിവസം തന്നെ അടച്ചു പോകും. IPD ആണെങ്കിൽ ബില്ല് എപ്പോഴാണ് അവർ ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്താണ് അതിന് രണ്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പല പല റെന്റുകൾ റൂം വാടക ഉണ്ടാവും, പല മെഡിസിന്റെ കാര്യങ്ങള്. അപ്പൊ അതിലെ കൂടി ആ പേയ്മെന്റിന്റെ കൂടി ഇതും ഈ സ്കാനിങ്ങിന്റെയും കൂടി അറ്റാച്ച് ചെയ്തിട്ട് രണ്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഫൈനൽ ബില്ല് അവരടയ്ക്കുന്നു. ക്ലിയർ ആയോ? ഇത്രയും മാത്രം ഒന്ന് മനസ്സിലാക്കാം ഇതിനകത്ത് ഈ പാരഗ്രാഫിൽ കേട്ടോ. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ, താങ്ക് യു. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. താങ്ക് യു.